അള്ളാഹ് എനിക്ക് പേര് വെച്ചതാണ് ഗൗസുൽ ആലം. അതാണ് ഇവർ പറഞ്ഞത്, ആവണ്ണം അല്ലാഹ് പടച്ചവൻ താൻ തന്നെ യാ ഗൗസുൽ ആലം എന്നല്ലാഹ് വിളിച്ചോവർ. ഇതാണ് ആ വിളിയെന്നും ഗൗസുൽ ആലം എന്നാണ് മലക്കുകൾ അപ്പോൾ വിളിച്ചതെന്നും ഈ വരിയെ വ്യാഖ്യാനിക്കുന്ന മുഹയ്യിദ്ദീൻ ശൈഖിന്റെ മനാഖിബിന്റെ പൂർവ്വകാല ഗ്രന്ഥങ്ങളിൽ ഒരുപാടുണ്ട്. തഫ്രീഹുൽ ഖാത്തിറിലും മറ്റും ഈ സന്ദർഭങ്ങൾ വളരെ സുന്ദരമായി വിവരിച്ചിട്ടുണ്ട്. അപ്പൊ അവർ ചൊന്ന ബൈത്തിൽ നിന്ന് വെണ്ണ പോലെ കടഞ്ഞെടുത്തിട്ട് മഹാനായ ഖാദി മുഹയ്യിദ്ദീൻമാരിൽ പറയുന്നു, യാ ഗൗസുൽ ആലം എന്ന അല്ലാഹ് വിളിച്ചോവർ. ഇവിടെ നമുക്ക് ഉറപ്പില്ല അല്ലാഹ് വിളിച്ചോന്ന്. ഓർക്കണ്ട, ഓർക്കാതെ നിന്നോ കുഴപ്പമൊന്നുമില്ല, ഉറക്കാതിരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഔലിയാക്കളുടെ മൊഴികളെ സത്യസന്ധമായി വിശ്വസിച്ച് അംഗീകരിക്കുന്ന വിശ്വാസികളെ കള്ളനെന്ന് പറയരുത്. ഞങ്ങൾ കള്ളന്മാരാണെന്ന് ഇതിനെ കുറച്ചോ, വഹാബി കുറച്ചോ? അതിനെന്താ തെളിവ്? അങ്ങനെ വിളിച്ചു എന്ന് വിശ്വസിക്കുന്നത് കള്ളമാണെന്നതിന് എന്ത് തെളിവ്? അത് വഹാബിയായി നിർത്തേണ്ടത്. വിളിച്ചു എന്നത് സത്യമാണെന്ന് ഷെയ്ഖ് പറയുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഷെയ്ഖിന്റെ ആ സംഭവം ഉദ്ധരിക്കുമ്പോൾ ഷെയ്ഖിനെ വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നു. ഈ വിശ്വസിക്കുന്നവർ വിശ്വാസികളുടെ സമൂഹത്തിൽ ഷെയ്ഖിനെ അംഗീകരിക്കുമ്പോൾ നിഷേധികളുടെ കൂട്ടത്തിൽ നിന്ന് നീ നിഷേധിച്ചോ, നിന്നെ കുറച്ചിട്ടില്ലെങ്കിൽ. പക്ഷെ നിഷേധിച്ച നീ വിശ്വാസികളുടെ വിശ്വാസം ശരിയല്ലെന്ന് പറയാൻ തെളിവ് നിർത്തണം. നമ്മളല്ല തെളിവ് കൊടുക്കേണ്ടത്. ഒരുപാട് ഇവിടെ പേച്ചിട്ടുണ്ട്, അട്ടിമറി ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് വഹാബിന്റെ മുന്നിൽ. നമ്മളെ കൊണ്ട് ഇങ്ങനെ തെളിവ് പറയിക്കല്ല, അനേകം കാര്യങ്ങൾ അവർ തെളിയിക്കേണ്ടതുണ്ട്. അല്ലാഹു മുഹയ്യിദ്ദീൻ ശൈഖിനെ ഗൗസുൽ ആലം എന്ന് വിളിച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഇവിടെ വഹാബികൾക്കും മൗദൂദികൾക്കുമാണ്. അവരത് തെളിയിക്കണം. പക്ഷെ ഞങ്ങൾ തെളിയിക്കാം, ഔലിയാക്കന്മാർ അല്ലാഹ് വിളിക്കുമെന്ന് ഞങ്ങൾ തെളിയിക്കാം. ഞങ്ങൾ തെളിവില്ലാത്തവരല്ല. ഞങ്ങൾ ഖുർആനിന്റെയും പ്രമാണത്തിന്റെയും ഹദീസുകളുടെയും വെളിച്ചത്തിലാണ് അഹ്ലുസുന്നത്തിന്റെ അഖീദ മുഴുവൻ ഇറക്കിട്ടുറപ്പിച്ചിട്ടുള്ളത്, വിസ്തരിച്ചിട്ടുള്ളത്, വിശദീകരിച്ചിട്ടുള്ളത്. അതംഗീകരിച്ചവരാണ് സുന്നികൾ. ഞങ്ങൾക്കതിന് തെളിവുമുണ്ട്. യാ മറിയമു ഖുനുതി ലിറബ്ബികി വസ്ജുദി വർകഈ മഅർ റാകിഈൻ ഖാലല്ലാഹു അസ്സ വജൽ. മറിയം ബീവിനെ അല്ലാഹ് വിളിക്കാ, ഇസ്തഫൈതുകി അലാ നിസാഇൽ ആലമീൻ. ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളെക്കാളും മറിയമോ നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. അല്ലാഹ് വിളിച്ചു മറിയം ബീവിനെ. യാ മറിയമു ഖുനുതി ലിറബ്ബികി വസ്ജുദി വർകഈ മഅർ റാകിഈൻ. നിക്കരിക്കണം മറിയമോ, അല്ലാഹ് വിളിച്ചു മറിയമിനെ. വൗഹൈനാ ഇലാ ഉമ്മി മൂസാ അനിർളിഈ ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യം. അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവിനിക്ക് വഹ്യ് നൽകി. മൂസാ നബിന്റെ മാതാവിനോട് അല്ലാഹ് പറഞ്ഞു, നിനക്ക് പേടിയുണ്ടെങ്കിൽ സമുദ്രത്തിൽ കൊണ്ടേ ഒഴുക്കിക്കളാ. അനിർളിഈ, മുല കൊടുക്ക്. മുല കൊടുത്ത് പോറ്റാൻ പേടിയുണ്ടെങ്കിൽ സമുദ്രത്തിൽ കൊണ്ടേ ഇട്ടളാ. ഇന്നാ റാദ്ദൂഹു ഇലൈകി വജാഇലൂഹു മിനൽ മുർസലീൻ വലാ തഖാഫീ. പേടിക്കണ്ട, ദുഃഖിക്കണ്ട. വലാ തഹ്സനീ, വിഷമിക്കണ്ട. കുട്ടി പോയി പോകുമെന്ന ആശങ്ക വേണ്ട, കുട്ടി പിരിഞ്ഞതിൽ വേദനയും വേണ്ട. ഇന്നാ റാദ്ദൂഹു ഇലൈകി വജാഇലൂഹു മിനൽ മുർസലീൻ. നിനക്ക് തന്നെ കുട്ടിയെ പോറ്റാൻ വിട്ടുതരും. ഞാൻ മുർസലായ നബിയാക്കി ആ കുട്ടിയെ മാറ്റുകയും ചെയ്യും. ഖാലല്ലാഹു അസ്സ വജൽ. മൂസാ നബിന്റെ ഉമ്മ നബിയല്ല, മറിയം ബീവി നബിയല്ല. ഇക്കാലഘട്ടത്തിൽ ഒരിക്കലും അല്ലാഹു തആലാന്റെ ലോകത്ത് ഒരു പെണ്ണ് നബിയായി വന്നിട്ടില്ല. വഹാബിക്ക് മറിച്ച് വാദമുണ്ടെങ്കിൽ പറയണം. സുന്നി ഇന്നുവരെ വിശ്വസിച്ചിട്ടില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നത് പുരുഷന്മാരെ നബിയുള്ളൂവെന്നാണ്. മറിയം ബീവി നബിയാണെന്ന് അഭിപ്രായമുള്ളവരുണ്ട്, നിഷേധിക്കുന്നില്ല. പക്ഷെ മറിയം ബീവി നബിയാണെന്ന് വഹാബി പറയുന്നില്ല. അതുകൊണ്ട് വഹാബി നമ്മളും നബിയല്ലെന്ന് പറയുന്ന മറിയമിനെ ഇന്നിസ്തഫൈതുകി അലാ നിസാഇൽ ആലമീൻ, ലോകത്തെ എല്ലാ പെണ്ണുങ്ങളെക്കാളും പദവിയുള്ളവരായി നിന്നെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു മറിയമോന്ന് അല്ലാഹ് വിളിച്ചത് എങ്ങനെയാണോ, അത് ശാരീരിക ലോകത്ത് വന്ന മറിയമിനെയാണ് അല്ലാഹ് വിളിച്ചതെങ്കിൽ അതിലേറെ കേൾക്കാൻ പറ്റുന്ന, അതിലേറെ വിശ്വസിക്കാൻ പറ്റുന്നതാണ് ശാരീര ലോകത്തിൽ വരുന്നതിന് മുൻപ് ആത്മാവായിരിക്കുമ്പോൾ മലക്കുകൾ എന്നെ വിളിച്ചു പറഞ്ഞു വന്ന മുഹയ്യിദ്ദീൻ ശൈഖിന്റെ മൊഴി. ഇത് മനസ്സിലാക്കിയ സുന്നത്തിയമായത്ത് പെടക്കല്ല. ബഹുമാനപ്പെട്ട ശൈഖ് തങ്ങൾ അവറുകൾ പറഞ്ഞു, എന്നെ മലക്കുകൾ വിളിച്ചറിച്ചു. ഇതിന്റെയും സത്യസന്ധതയുടെ തെളിവ് ലോകത്തെ വിശ്വാസികളൊക്കെ ഗൗസുൽ ആലം എന്ന് മുഹയ്യിദ്ദീൻ ശൈഖിനെ വാഴ്ത്തുന്നു.
ثم يوضع له القبول في الأرض قال رسول الله. വാനലോകത്തുള്ള സ്ഥാനമാനങ്ങളൊക്കെ ഭൂമിയിൽ അംഗീകരിക്കപ്പെടും അള്ളാഹു വിശ്വസിച്ച ആളുകൾക്ക്. ആ കബൂല് ഖിയാമത്ത് നാൾ വരെ യാ ഗൗസുൽ ആലം എന്ന് ശൈഖിനെ വിളിക്കപ്പെടും. അതാണ് ശൈഖ്. എല്ലാ മശായിഖന്മാരുടെ തോളുമ്മൽ ഏകല്ലാരുളാലേ എൻ്റെ കാലെന്നോവർ. അന്നേരം മലക്കുകൾ മെയ്യെന്ന് ചൊന്നോവർ. അവരെ തലക്കുമേൽ ഹൽക്ക് പൊതിഞ്ഞോവർ. തൊട്ടടുത്ത പേരിൽ ഞാൻ വരി ഒന്നായിട്ട് എണ്ണല്ല. ആക്ഷേപാർഹമായ വരിയിലെ വിശ്വാസയോഗ്യമാകാവുന്ന വരികൾ കൃത്യമായി വിവരിച്ചിട്ട് ആക്ഷേപിക്കപ്പെടുന്ന ഏതാനും വരികൾ വിവരിച്ചാൽ നമുക്കിത് ബോധ്യപ്പെടും. അതിനുവേണ്ടി മാത്രമാണ്. ബഹ്ജയുടെ 9-ാം പേജിൽ ഇത് അപ്പടിയുണ്ട്. മഹാനായ ശൈഖ് തങ്ങൾ അവർകൾ ഖദമി ഹാദിഹി അലാ റഖബത്തി കുല്ലി വലിയില്ലാഹ്, അള്ളാഹുവിൻ്റെ എല്ലാ വലിയിൻ്റെയും മീതെ എൻ്റെ കാൽപാദം വെക്കുന്നു എന്ന് മഹാനവർകൾ ബഗ്ദാദിലെ ഒരു സദസ്സിൽ വെച്ച് പ്രസ്താവിച്ചു. അന്നേരം മലക്കുകൾ പറഞ്ഞു, കാലത്തിൽ മലായികത്തു സ്വദഖ്ത യാ അബ്ദല്ലാഹ്, പ്രിയപ്പെട്ട അള്ളാഹുവിൻ്റെ ദാസ നിങ്ങൾ പറഞ്ഞത് സത്യം എന്ന് പറഞ്ഞു. അതാണ് അന്നേരം മലക്കുകൾ മെയ്യെന്ന് ചൊന്നോവർ. അന്നേരം മലക്കുകൾ സത്യമാണത് എന്ന് ചൊന്നോവർ. അന്നേരം മലക്കുകൾ മെയ്യെന്ന് ചൊന്നോവർ. അവരെ തലക്കുമേൽ ഹൽക്ക് പൊതിഞ്ഞോവർ. ബഹ്ജയുടെ 9-ാം പേജിൽ ആ സമയത്ത് മലക്കുകൾ മെയ്യെന്ന് പറഞ്ഞതും അന്നേരം അർവാഹുൽ മലായികത്തും അർവാഹുൽ അംബിയാവും അർവാഹുൽ ഔലിയാവും ഒന്നിച്ച് പൊതിഞ്ഞിട്ട് ആ വലിയ സദസ്സിൽ ശൈഖ് തങ്ങളുടെ തലക്ക് മീതെ വലിയ ഒരു ജനസഞ്ചയം ഹാജരായിരുന്നു എന്നും ബഹ്ജയുടെ 9-ാം പേജിൽ വളരെ സുന്ദരമായി വിവരിച്ചിട്ടുണ്ട്. ആ വിവരിച്ച കഥ മുതവാത്തിറായി നമുക്കിടയിൽ സ്ഥിരപ്പെട്ടതാണെന്ന് ഖാത്തിമുത്തുൽ മുഹഖ്ഖിഖീൻ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തങ്ങൾ അവർകൾ ഇമാം യാഫിഈ തുടങ്ങിയിട്ടുള്ള പണ്ഡിതന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് നിരവധി പണ്ഡിതന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് മുതവാത്തിറായി ഉദ്ധരിക്കപ്പെട്ട വിധം തെളിഞ്ഞ സംഭവമാണെന്ന് തൻ്റെ ഫതാവൽ ഹദീസിയയിൽ വിവരിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിൽ എവിടെയാണ് മാലക്കാരൻ പിഴച്ചത്? ഈ സംഭവത്തിൽ മാലക്കാരൻ എവിടെ പിഴക്കാനാണ്? എല്ലാവരും അപ്പൊ സമ്മതിച്ചു കൊടുത്തു. ഇത് നിരാകരിക്കുന്നവൻ കള്ളനായിക്കോ, ഞങ്ങൾക്ക് വശമില്ല. പക്ഷെ ഇത് വിശ്വസിക്കുന്ന ഞങ്ങളെ കള്ളനെന്ന് തെളിവില്ലാതെ പറയരുത്. ഇത്ര മാത്രമേ വഹാബികളോട് ഞങ്ങൾക്ക് സംബന്ധിച്ച് പറയാനുള്ളൂ. അതിനാൽ ചതിയിൽ പേടുവാന്ന് കേട്ടാരെ 70 ഉസ്താദ് കണ്ടോവർ. തൊട്ടടുത്ത വരി. ഇങ്ങനെ കുറെ അത്ഭുതങ്ങൾ കുട്ടിക്കാലത്ത് തന്നെ കണ്ടു മൂപ്പർക്ക്. ഇത് വേറെയാ. മാലകൾ തമ്മിൽ ബന്ധിപ്പിക്കരുത്. മാലൻ്റെ ഓരോ വരിയിലുള്ള സംഭവം ഒരു സംഭവത്തിൻ്റെ ബാക്കിയെന്നാണ് വിവരിക്കുന്നത്. ഇത് തലക്കത്തന്നെ മൂപ്പർ പറഞ്ഞിട്ടുണ്ട്. മുത്തും മാണിക്യവും ഒന്നായി കോത്ത പോൽ. കിട്ടിയതൊക്കെയാണ് ഭാര്യ വലിച്ചു കോത്തതാണ്. ഒന്നും ഒഴിവാക്കാനില്ല. ഒക്കെ മുത്താണ് അല്ലെങ്കിൽ മാണിക്കാണ്. ഇതുകൊണ്ട് കോർത്തതാണ്. ഒരു സംഭവം മറ്റൊരു സംഭവത്തിൻ്റെ തുടർച്ചയല്ല എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ട് മുഹിയുദ്ദീൻ മാലക്കാരൻ തൻ്റെ നിലപാട് വളരെ വ്യക്തമാക്കിയിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പൊട്ടൻ ഒരു സംഭവത്തിൻ്റെ കൂടെ തന്നെ ബാക്കിയെല്ലാം കൂട്ടിക്കലമ്പിയിട്ട് ഇതൊക്കെ കൂടി എങ്ങനെയെന്ന് ചോദിച്ചാൽ ഓൻ്റെ തലക്ക് വെളിവില്ല എന്നല്ലാതെ നമ്മൾ എന്തു പറയാനാ? മാല പഠിക്കാൻ സന്നദ്ധനുമല്ല, സന്നദ്ധരായി പഠിച്ചവരെ സമ്മതിക്കത്തുമില്ല. ഇങ്ങനെ കുറെ പൊട്ടന്മാർ നിഷേധികളായി വരിക. ആഖിർ സമാനിന്റെ വല്ലാത്തൊരനുഭവം. പടച്ചവനെ നീ കാക്കണേ റബ്ബേ, ഈ ലോകത്തെ വിശ്വാസികളെ നീ കാക്കണേ നാഥ. ഇത് സംഭവം അതല്ല. ദർസിൽ പഠിക്കുമ്പോൾ തൻ്റെ ഉസ്താദ് ഹമ്മാദ് എന്ന മഹാൻ അത്ഭുതങ്ങൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ തൻ്റെ ശിഷ്യനെ ഇങ്ങനെ അത്ഭുതം കണ്ടുകൊണ്ട് കുട്ടിയെ ചതിപ്പെടരുത് കേട്ടോ. ഒരുപാട് ആളുകൾ ചതിപ്പെട്ടിട്ട് സ്ഥാനം പോയിട്ടുണ്ട്. ഒരുപാട് ആളുകളെ ചെയ്ത്താൻ വഞ്ചിച്ചിട്ടുണ്ട്. നിനക്ക് ഈ കാണുന്ന അത്ഭുതങ്ങളും അസാധാരണ സംഭവങ്ങളുമൊക്കെ ഓരോരോ സംഭവങ്ങൾ ഇദ്ദേഹം കുട്ടികളോട് പറയുമ്പോൾ, ഉസ്താദിനോട് പറയുമ്പോൾ ഇതൊക്കെ നിന്നെ പറ്റിക്കാൻ ചെയ്ത്താൻ കൊണ്ടുവന്നതാകാമെന്ന് ശരിയായ ഗുണകാംക്ഷിയായ തൻ്റെ ഗുരു ഉപദേശിച്ചപ്പോൾ അതിനാൽ ചതിയിൽ പേടുവാന്ന് കേട്ടാരെ, അതിരിൽ ചതിയിൽപ്പെടരുത് കുട്ടിയെ എന്ന് ഉസ്താദിൽ നിന്ന് കേട്ടാരെ 70 ഉസ്താദ് കണ്ടോവർ. മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് തൻ്റെ വലത്തെ കൈ ഉസ്താദിന്റെ നെഞ്ഞത്താണ് വെച്ചുകൊടുത്തു. നിങ്ങളുടെ ഹൃദയം ഈ കയ്യിൽ നിന്ന് വായിക്കട്ടെ, നിങ്ങളുടെ ഹൃദയം ഈ കയ്യിൽ നിന്ന് വായിക്കട്ടെ എന്ന് ശൈഖ് തങ്ങളവർകൾ പറഞ്ഞിട്ട് തൻ്റെ വലതു കൈ ഉസ്താദിന്റെ നെഞ്ഞത്ത് വെച്ചപ്പോൾ ഉസ്താദിന്റെ ഭാവം മാറി.